ഹലോ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് മുമ്പ് ഒരു ഇൻട്രാഡേ ട്രേഡിനകത്ത് എങ്ങനെയാണ് ഒരു ബൈ ഓർഡർ എടുക്കുന്നതെന്നും അതെങ്ങനെയാണ് സ്ക്വയർ ഓഫ് ചെയ്യുന്നതെന്നും ഒരു ഫുൾ പ്രോസസ്സ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാനിങ്ങനെ ഷോർട്ട് സെല്ല് ആദ്യം നമ്മൾ എങ്ങനെ സെല്ല് ചെയ്തിട്ട് ബൈ ചെയ്യാമെന്നാണ് ചെയ്യുന്നത്. ഞാൻ അപ്സ്ട്രോക്കിൻ്റെ ആപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അപ്സ്ട്രോക്കിൽ ആർക്കെങ്കിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഇതെൻ്റെ പ്രീവിയസ് എടുത്ത ഓർഡറാണ്. ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതേ സ്റ്റോക്ക് തന്നെ. ഇപ്പോൾ പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോയി, ഇനി താഴേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്നാണ് ചെയ്യാൻ പോകുന്നത്. അത് ക്ലിക്ക് ചെയ്തു. ഒരു ചാർട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇത് 1 അവർ ചാർട്ടാണ് നടക്കുന്നത്. ഞാൻ അതൊരു 1 മിനിറ്റിലേക്ക് ആക്കാം. ഏകദേശം ഈ ഒരു പോയിന്റ് നല്ല റെസിസ്റ്റൻസ് പോയിൻ്റാണ്. അത് 114.2 എന്ന് പറയുന്ന പോയിന്റ്. ഇപ്പോൾ നല്ല റെസിസ്റ്റൻസ് പോയിൻ്റാണ് നിൽക്കുന്നത്. ഈ പോയിൻ്റാണ് ഞാൻ സെല്ലിൻ്റെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സെല്ലുന്നതിൽ ക്ലിക്ക് ചെയ്തു. ഏകദേശം ഒരു 700 ക്വാണ്ടിറ്റിയാണ് എനിക്ക് എടുക്കാൻ പറ്റും. 700 ക്വാണ്ടിറ്റിയാണ് ഞാൻ സെല്ലെടുക്കുന്നത്. കാരണം കുറച്ചും ചെയ്ത് നോക്കിയാൽ എനിക്കറിയാം. 15,995 രൂപ മതി എടുക്കാനായിട്ട്. ഞാൻ ലിമിറ്റ് പ്രൈസ് കൊടുക്കുവാണ്. 1.25 എൻ്റെ എടുക്കണം. 3.5 എത്തിയിട്ടുണ്ട്. നല്ല റെസിസ്റ്റൻസ് പോയിന്റിലാണ് നിൽക്കുന്നത്. അത് ചിലപ്പോൾ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ പണിവാളി മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. ഞാൻ സൈപ്പ് ടു സെല്ലെന്നുള്ളത് എടുക്കുവാണ്. നമുക്ക് നോക്കാം. ഇത് ഓപ്പൺ ഓർഡർ ആയിട്ടൊന്ന് കിടക്കുവാണ്, കാരണം പ്രൈസ് മാച്ച് വന്നിട്ടില്ല. പ്രൈസ് മാച്ച് വന്നാലാണ് അത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. നമുക്ക് നോക്കാം ഇപ്പോൾ എത്രയാണ് പ്രൈസ് നിൽക്കുന്നതെന്ന്. പ്രൈസ് മാച്ച് വന്നിട്ടുണ്ടാവും, കാരണം ഇപ്പോൾ 40 വന്നിട്ടുണ്ട്. ഓർഡർ എക്സിക്യൂട്ട് ആയിട്ട് നമുക്ക് നോക്കാം. ഓപ്പൺ പൊസിഷൻ നോക്കാം. വന്നിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം എൻ്റെ പൊസിഷൻ ഇപ്പോൾ 11.35 എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രൈസ് മാച്ച് വന്നു. -17 ക്വാണ്ടിറ്റിയാണ് കിടക്കുന്നത്. ഇപ്പോൾ പ്രൈസ് അതിനേക്കാളും ഒത്തിരി മുകളിലേക്ക് പോയി നല്ല ലോസിലാണ് നിൽക്കുന്നത് ഇപ്പം. കാരണം മറ്റേ ഓർഡർ എടുത്തുണ്ടാക്കിയ പ്രോഫിറ്റുകൾ തന്നെ അത് ലോസായിപ്പോയി. നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് താഴേക്ക് വരുമെന്ന്. കാരണം അത് റെസിസ്റ്റൻസ് പോയിൻ്റ് ആയതുകൊണ്ട് താഴേക്ക് തന്നെ ഇറങ്ങും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്ത് നമുക്ക് ഇതിന് അതിനകത്ത് സ്റ്റോപ്പ് ലോസ് വെക്കാതെ, അത് മുകളിലേക്ക് പോകുന്ന സ്ഥിതിക്ക് നമുക്ക് ലോസ് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചാർട്ട് തന്നെ നോക്കാം. നോക്കിയിട്ട് ചാർട്ട്സിലേക്ക് ഡയറക്റ്റ്ലി എടുത്തു. ഇതുണ്ടോ സ്ക്വയർ ഓഫ് വെക്കേണ്ട മറ്റേ ഈ പോയിൻ്റൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, അതായത് 114.52 വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഒരു 60 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോസ് ഒത്തിരി കൂടുതലായിരിക്കും. എൻ്റെ ഇപ്പോൾ ലോസായിട്ട് മൈനസ് ഫിഗർ കാണാത്തതിൻ്റെ കാരണം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഓർഡറിൻ്റെ അകത്ത് കുറച്ച് പ്രോഫിറ്റ് ഉള്ളതുകൊണ്ടാണ്. ഞാനിപ്പോൾ എങ്ങനെയാണ് അതിലൊരു സ്റ്റോപ്പ് ലോസ് വെക്കാമെന്ന് കാണിക്കാം. എൻ്റെ എക്സ്പെക്റ്റഡ് റെസിസ്റ്റൻസ് പോയിൻ്റ് ഇതായിരുന്നു. അപ്പോൾ അത് ഓക്കെ. ഇപ്പോൾ താഴേക്ക് താഴ്ന്നുണ്ട്. അപ്പോൾ വീണ്ടും എനിക്ക് പ്രോഫിറ്റിലേക്ക് പോയിട്ടുണ്ടാവും. നമ്മുടെ സമ്മറി എടുത്ത് നോക്കാം. കണ്ടത് താഴേക്ക് താഴ്ന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രോഫിറ്റിലേക്ക് ആയിട്ടുണ്ട്. ഞാൻ എന്നാലും ഇപ്പോൾ എനിക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടതിന്, ഈ താഴെ കാണുന്ന സ്ക്വയർ ഓഫ് എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിട്ടാണ് ബൈ ഓർഡർ ചെയ്തപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കാണിച്ചു തന്നെ. നമുക്ക് മിനിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഈ തോണം സ്റ്റോപ്പ് ലോസ് ലിമിറ്റഡ് തന്നെ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ മേടിച്ച പ്രൈസ് 114.30 മേടിച്ചത്. 35 മേടിച്ചത്. ഞാനൊരു 5.5 എനിക്ക് സ്റ്റോപ്പ് ലോസ്. അതായത് ഏകദേശം 700 ക്വാണ്ടിറ്റിയാണ്. 700 ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരും? 10 പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10 പോയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരുന്നത്? 70. 150 രൂപ വരെ ലോസ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ ആ എമൗണ്ടിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണ്. 50 വയ്ക്കുവാണ് സ്റ്റോപ്പ് ലോസ്. സ്വൈപ്പ് ടു ബൈ കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് അത് ട്രിഗർ പെൻഡിങ് എന്ന് പറഞ്ഞ് കിടക്കാം, കാരണം പ്രൈസ് അത് മാച്ച് ആയിട്ടില്ല. നമുക്ക് പൊസിഷനിലേക്ക് നമ്മുടെ പ്രോഫിറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 336, കാരണം പ്രൈസ് ആണ് 113.95 ആയി. നമുക്കിപ്പോൾ വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഓർഡറിന് വേണ്ടി മോഡിഫൈ ചെയ്ത് നമുക്കിത് സ്ക്വയർ ഓഫ് ചെയ്ത് പ്രോഫിറ്റ് കൂടുതൽ ബുക്ക് ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓർഡേഴ്സിൽ തന്നെ പോവുക. ഈ ട്രിഗർ പെൻഡിങ് നടക്കുന്ന നമ്മളിപ്പോൾ വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ ആദ്യം കാണിച്ചല്ലോ ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, മോഡിഫൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. മോഡിഫൈ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം നിൽക്കുന്ന 113.90 ആണ്. അതാ ഞാൻ ഉദ്ദേശിച്ചത് 114.05, അതായത് 114 മുകളിലേക്ക് ഇപ്പം താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രൈസ് നിങ്ങൾക്ക് അല്ല ഇത് കാണിച്ചാൽ അപ്പോൾ മനസ്സിലായി എന്താ പറയണമെന്ന്. ഓക്കെ,
നമ്മുടെ ചാർട്ട് നോക്കാം. പോർട്ട്ഫോളിയോ പോവുക, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ചാർട്ടിൽ പോവുക. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻട്രി എടുത്തത് പറഞ്ഞാൽ സെല്ല് ചെയ്ത ഓർഡർ 114.35 എനിക്കറിയാവുന്നത് അതൊരു റെസിസ്റ്റൻറ്റ് പോയിൻ്റ് ആണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ എൻട്രി എടുത്തത്. അറിയാമെന്ന് പറഞ്ഞാൽ അതൊരു പോസിബിലിറ്റി ഉണ്ട്, അല്ലാതെ എനിക്ക് 100% പറയാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് പ്രൈസ് പിന്നെ താഴേക്ക് വന്നു. അപ്പോൾ എനിക്കത് പ്രോഫിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മിനിമം ഒരു എമൗണ്ടിലെങ്കിലും ബുക്ക് ചെയ്യണം. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ താഴ്ന്നു വന്നത് ഇവിടം വരെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് അത്രയും പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഞാനതിന് ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ്. ഓൾറെഡി ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഞാൻ എൻ്റെ ഓർഡർ ബുക്കിൽ പോയിട്ട് അതിന് മോഡിഫൈ ആണ് ചെയ്യുന്നത്. മോഡിഫൈ കൊടുത്തു താഴെ ഇതൊരു 0.5 ആക്കി 10 ആക്കി ഇവിടെ ഒരു 0.5 ആക്കി. അതായത് ഇപ്പോൾ നിൽക്കുന്നത് 113.90 അത് 114.0 വന്നിട്ടുണ്ടെങ്കിൽ അത്രയെങ്കിലും ബുക്ക് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ മോഡിഫൈ കൊടുത്തു. ഇപ്പം എൻ്റെ ഓർഡർ ട്രിഗർ പെൻഡിങ് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോയിൽ ഇപ്പം നിൽക്കുന്ന പ്രൈസ് 113.90 അത് എങ്ങാനും 113.40 ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓർഡർ ക്ലോസ് ആകും. പക്ഷേ മിനിമം എനിക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടും. ഞാനിപ്പോൾ ഈ എമൗണ്ടിൽ എനിക്ക് സ്ക്വയർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് പ്രൈസിൽ എനിക്ക് ഡയറക്റ്റ്ലി സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ സ്ക്വയർ ഓഫ് എന്നുള്ളത് ഞെക്കുക, സ്വൈപ്പ് ടു ബൈ എന്നുള്ളത് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയാണോ പ്രൈസ് ഇവിടെ നിൽക്കുന്നത് ആ പ്രൈസിൽ ആ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഞാനിപ്പോൾ സ്വൈപ്പ് ടു ബൈ ചെയ്ത് കാണിച്ചു തരാം, ഒരു മനസ്സിലാക്കാൻ വേണ്ടി. ഇത്രയെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ എൻ്റെ മറ്റേ ഓർഡർ എക്സിക്യൂട്ട് ആയെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഇവിടെയും ഞാൻ ചോദിച്ച സ്റ്റോപ്പ് ലോസ് ഓർഡർ നൽകുന്നത് ക്യാൻസൽ ചെയ്യുകയാണ്. ഇവിടെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇതുകൂടെ ഒന്നുകൂടെ വന്ന് രണ്ടുകൂടെ കൺഫ്യൂഷൻ ആവും. അത് ക്യാൻസൽ ചെയ്യുകയാണ്. എസ് കൊടുത്തു. ഞാൻ ഡയറക്റ്റ്ലി പൊസിഷനിൽ നിന്ന് എങ്ങനെയാണ് സ്ക്വയർ ഓഫ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിൻ്റെ അത് ക്ലിക്ക് ചെയ്തു, സ്ക്വയർ ഓഫ് ചെയ്തു. ഇവിടെ ഞാൻ സ്വൈപ്പ് ടു ബൈ കൊടുക്കുവാണ്. സ്വൈപ്പ് ടു ബൈ എന്ന് പറഞ്ഞാൽ എത്രയാണോ തൽക്കാലം മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് ആ പ്രൈസിൽ ആ ഓർഡർ എക്സിക്യൂട്ട് ആവും. 114.40 നിൽക്കുന്നത്. ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഇച്ചിരി എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് സ്വൈപ്പ് ടു ബൈ കാണിച്ചു തരാം. ഇല്ല, റിട്ടേൺ അടിക്കുവാണ്. റിട്ടേൺ അടിച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുവാണ്. അതിനകത്ത് ക്ലിക്ക് ചെയ്തു, സ്ക്വയർ ഓഫിൽ ക്ലിക്ക് ചെയ്തു, സ്വൈപ്പ് ടു ബൈ ചെയ്തു. അന്നേരം ഇവിടെ ഡയറക്റ്റ്ലി എത്രയാണ് മാർക്കറ്റ് പ്രൈസ് ആ പ്രൈസിന് കംപ്ലീറ്റ് ആയി ഓർഡർ നമ്മുടെ പൊസിഷൻ നോക്കാം. നമുക്ക് ഏകദേശം 400 റുപ്പീസോളം പ്രോഫിറ്റ് ഉണ്ടാവും. 419 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ 419 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും അവിടെ ഫുൾ പ്രോഫിറ്റ് ആണെന്ന് കരുതരുത്. കാരണം ഇതിനകത്തൊരു 40 പ്രീവിയസ് ഓർഡറിൻ്റെ 80 രൂപ ബ്രോക്കറേജ് പോയിട്ടുണ്ട്. പ്ലസ് ഒരു GST SST ചാർജ് എല്ലാം കൂടി ഒരു 10-60 രൂപ ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 140 ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ ഏകദേശം ഒരു 280 രൂപയോളം ഇപ്പോൾ ഈ ഒരു 2 ട്രേഡിൽ നിന്നായിട്ട് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, എനിക്ക് അറിയാവുന്നതിൽ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ഇത് ഷോർട്ട് സെല്ലായിരുന്നു ചെയ്തത്. ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ ഷോർട്ട് ബൈ ആയിരുന്നു ചെയ്തത്, ഇൻട്രാഡേ. രണ്ടും ഇൻട്രാഡേ ട്രേഡാണ്. ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ പിന്നെ സ്പെൻഡ് ചെയ്തു രണ്ട് ഓർഡറായിട്ട്. ഏകദേശം ഒരു 280 രൂപയോളം പ്രോഫിറ്റ്. അതെനിക്ക് എന്നെ സംബന്ധിച്ച് വെറുതെ തന്നെയാണ്. പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഞാൻ പറഞ്ഞല്ലോ, ലിങ്ക് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ബൈ, സീ യു.